കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചതിൽ സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ വ്യാപക പ്രതിഷേധം. മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളം DMO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. തൊടുപുഴയിൽ ധനമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചു. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ജോസി ബാബുവും തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോണും ചേരുന്നുണ്ട്. ആദ്യം ജോസിയിലേക്കാണ്. ജോസി, ഈ മരിച്ച ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചോ? എപ്പോഴായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? അതോടൊപ്പം തന്നെ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാണോ? ഹരി, ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മൃതദേഹം തലയോലപ്പറമ്പ് കീഴൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെയാണ് സംസ്കാരം. സമയക്രമീകരണം തീരുമാനമായിട്ടില്ല. നാളെ സംസ്കാരം നടത്തുമെന്നുള്ള കാര്യമാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ചികിത്സയിലുണ്ടായിരുന്ന ബിന്ദുവിൻ്റെ മകൾ നവമിയെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നവമിക്ക് ഡിസ്ചാർജ് അനുവദിച്ചത്. എന്തായാലും ഇന്ന് രാവിലെ 10:45 നടന്ന അപകടമാണ് പിന്നീട് സംഭവബഹുലമായ പ്രതിഷേധങ്ങളിലേക്കും പിന്നീട് ഈ ദാരുണമായ മരണവാർത്തയിലേക്കുമൊക്കെയും കാര്യങ്ങളെത്തിയത്. രാവിലെ 10:45 അപകട വാർത്ത ആദ്യം പുറത്തറിഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 11, 14 വാർഡുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ശുചിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. 3 നില കെട്ടിടത്തിൻ്റെ ശുചിമുറിയുടെ ഭാഗം പൂർണ്ണമായും താഴേക്ക് പതിച്ചു. 2 പേർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പരിക്കേറ്റെന്നുള്ള പേരുവിവരങ്ങളും പുറത്തു വന്നത്. അവർക്ക് നിസ്സാര പരിക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. വയനാട് സ്വദേശിയായ അലീന, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ പ്രദീപ്, ഇവരുടെ 2 പേരുടെയും വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അതിന് പിന്നാലെ കോട്ടയത്തുണ്ടായിരുന്ന മന്ത്രി VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവസ്ഥലത്തെത്തി. കൂടുതൽ പേർക്ക് പരിക്കില്ല, നിസ്സാരമായ ഒരു അപകടം മാത്രമാണ്, കെട്ടിടത്തിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രതികരണം നടത്തി. അതുകൊണ്ട് തന്നെ പിന്നീട് മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം. അതിനിടെയാണ് ബിന്ദു എന്ന വീട്ടമ്മയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ബന്ധുക്കൾ പരാതി ഉയർത്തിയത്. തുടർന്ന് പ്രതിപക്ഷ സംഘടനകൾ വലിയ രീതിയിൽ ആ വിഷയം ഉയർത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് 12 മണിയോടുകൂടി JCBയും ഹിറ്റാച്ചിയും എത്തിച്ച് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ച് ആ ഭാഗത്തുകൂടി JCBയും ഹിറ്റാച്ചിയും എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. അപ്പോഴാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കാഷ്വാലിറ്റിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നതായി വ്യക്തമായിരുന്നു. എന്തായാലും അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുടനീളം അലയടിച്ചത്. യൂത്ത് ലീഗ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സൂപ്രണ്ടിൻ്റെ ഓഫീസ് ഉപരോധിച്ചു. മുഖ്യമന്ത്രിയുടെ സന്ദർശന സമയത്ത് യൂത്ത് കോൺഗ്രസ് 2 ഇടത്ത് പ്രതിഷേധിച്ചു. SDPIയും BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന മെഡിക്കൽ കോളേജിന് മുന്നിലെ മോർച്ചർക്ക് മുന്നിലും വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരടക്കം തമ്പടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മൃതദേഹം പുറത്തിറക്കുന്ന വേളയിൽ വലിയ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ട് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം പുറത്തേക്കിറക്കും. എന്തായാലും വലിയ പോലീസ് സന്നാഹത്തിലാണ് ഇപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. അതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തി. അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോയില്ല. അതിനുശേഷം ഈ മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോഴായിലെ സയൻസ് സിറ്റി ഉദ്ഘാടനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ഇടയിലും മെഡിക്കൽ കോളേജിലേക്ക് ക്യാമ്പസിലേക്ക് എത്തുന്നതിനും ഇടയിലാണ് പലയിടത്തും പ്രതിഷേധങ്ങൾ ഉയർന്നത്. ഹരി, ഇപ്പോൾ സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, വലിയ പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിന് പിന്നാലെ അലയടിച്ചത്. വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്തെ വീണ ജോർജിൻ്റെ ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം സംസ്ഥാനത്താകെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നോ? ഏതൊക്കെ സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത്? രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലിറങ്ങുകയാണ്. പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുന്നു. നേരത്തെ കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക ഉപസ്ഥിതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം മാർച്ച് നടത്തുന്നത്. ഏകദേശം 50ഓളം പ്രവർത്തകരാണ് ഈ മാർച്ച് ഉണ്ടായിരുന്നത്. പോലീസ്
വീട്ടിന് ഉള്ളിലേക്ക് കയറാതെ തടഞ്ഞു. അതിനുശേഷം പ്രവർത്തകർ വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പോലീസ് ബലം പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരുടെയും മാർച്ച് നടത്തി. അവിടെയും നേരിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. ഔദ്യോഗിക വസതിയിൽ മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിലേക്കും പ്രതിഷേധമുണ്ടായി. KSU പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധിച്ചത്. ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള KSU പ്രവർത്തകരുടെ ശ്രമം പോലീസ് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇന്നുണ്ടായ പ്രതിഷേധ സംഭവങ്ങൾ. തിരുവനന്തപുരത്ത് മാത്രമല്ല എറണാകുളത്ത് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായി. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകർ കോഴിക്കോടും KSRTC കോംപ്ലക്സിന് അടുത്ത് റോഡ് ഉപരോധ സമരത്തിലേക്ക് പോവുകയും ചെയ്തു. ഏറെ സമയം അവിടെ ഗതാഗത തടസ്സമുണ്ടായി. അതിനുശേഷം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ് ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ മാത്രമല്ല ധനവകുപ്പ് മന്ത്രിക്ക് നേരെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇടുക്കി കരിമണ്ണൂരിൽ കരിങ്കൊടി കാണിക്കുകയാണ് ചെയ്തത്. ഈ പ്രവർത്തകർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ രാജി തന്നെയാണ്. കാരണം ഇന്നുണ്ടായ സംഭവത്തിൽ മരണത്തിലേക്ക് നയിച്ചത് മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്, നിലപാടാണെന്നാണ് പറയുന്നത്. കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം 20 മിനിറ്റുകൾക്ക് ശേഷമാണ് മന്ത്രി ആശുപത്രിയിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങളെ കണ്ട് ആദ്യം പറഞ്ഞത് അത് ഉപയോഗിക്കുന്ന കെട്ടിടമായിരുന്നില്ല, അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ 2 പേർ അതിന്റെ പരിസരത്തുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അപകടത്തിൽപ്പെട്ടു. അവർ 2 പേരെ പരിക്കേറ്റു. അവരെ അവിടെ മാറ്റി. മറ്റാരും കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. അതിനുശേഷമാണ് ഒരാളെ കാണാനില്ല എന്നുള്ള പരാതി ലഭിക്കുകയും ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ എത്തിയെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും നിലപാടാണ് അത്തരം തെരച്ചിലിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ട് ഈ മരണത്തിന് ഉത്തരവാദി ആരോഗ്യവകുപ്പ് മന്ത്രിയാണെന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം വരുന്നത്. എന്തായാലും വലിയ സമ്മർദ്ദത്തിലാകുകയാണ് മന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ എന്ന് പറയേണ്ടി വരുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഇവിടുത്തെ ചികിത്സാ സംബന്ധമായ ചില വെളിപ്പെടുത്തൽ നടത്തിയത്. ആവശ്യത്തിന് ഉപകരണങ്ങളില്ല, അതുകൊണ്ട് ചികിത്സ അതിന്റെ ശസ്ത്രക്രിയ കൃത്യമായി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ശരിവെക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് വിദഗ്ധ സമിതി നൽകിയിരുന്നത്. ഇത്തരം വിഷയങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഇന്ന് ഒരു കൂട്ടിരിപ്പുകാരിയായ ഒരാൾ ആശുപത്രിയിൽ വെച്ച് അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ പ്രതിഷേധം തുടരുന്ന കാര്യമാണ് ഈ സംഘടനകൾ പറയുന്നത്. മന്ത്രിയെ ഒരു കാരണവശാലും റോഡിലിറങ്ങാൻ അനുവദിക്കില്ല. കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളുമായി പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ് KSUവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ വ്യക്തമാക്കുന്നത്.